கண் விழித்து பார்த்த போது கலைந்த வண்ணமே. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സ്വീറ്റൻ്റെ 2 ഫുൾ റേഞ്ച് സ്പീക്കറാണ്. PT സീരീസിൽ വരുന്ന ഫുൾ റേഞ്ച് സ്പീക്കറാണ്. 12 ഇഞ്ചാണ് സൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നോർമൽ സ്വീറ്റൻ്റെ 10 ഇഞ്ച് ഹോം യൂസിനൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കർ വാങ്ങുന്ന പോലെ അല്ലെങ്കിൽ വൂഫറൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാൻ പറ്റില്ല. കാരണം ആദ്യം ഇവർക്ക് പ്രോഡക്റ്റ് എൻക്വയറി കൊടുക്കണം. ഇവരുടെ മെയിലിൽ എൻക്വയറി കൊടുത്തിട്ട് ആണ് അവരുടെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നത്. പക്ഷേ ഈ പ്രോഡക്റ്റ് നമുക്ക് നോർമലി ട്രിവാൻഡ്രത്തൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ട്രിവാൻഡ്രം തകരപ്പറമ്പിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല, കുറേ നാളായി വാങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ രജിസ്റ്റർ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. നമ്മളിതിൻ്റെ ബോക്സൊക്കെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ബോക്സും ഗ്രില്ലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂവും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഇത് വലിയ ബോക്സ് ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി കസേരയിട്ട് മുകളിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് വലിയ ബോക്സാണ്. അപ്പോൾ 12 ഇഞ്ച് സ്പീക്കറാണ്, ഫുൾ റേഞ്ച് സ്പീക്കറാണ് വരുന്നത്. നല്ല വർക്കിംഗ് ആണ്. ആക്ച്വലി നമ്മൾ കുറേ നാളായിട്ട് ഏകദേശം 2-3 ആഴ്ചയായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വെളിയിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പ്രോഡക്റ്റിലേക്ക് വരാം. അപ്പോൾ ഒരെണ്ണം മാറ്റാം, കാരണം ഈ സ്പേസ് കുറവായതുകൊണ്ട് ഒരെണ്ണം മാറ്റാം. കാരണം രണ്ടും സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ചെറിയൊരു സ്റ്റിക്കറുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ആക്ച്വലി സ്വീറ്റൺ എന്ന ബ്രാൻഡിങ്ങിൽ വരുന്ന സംഭവം നമുക്ക് വരുന്ന മാർക്കറ്റിൽ വരുന്നത് ഒപ്റ്റ്യൂൺ എന്ന് പറയുന്നത്, ഒപ്റ്റ്യൂൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി സ്റ്റിക്കറൊക്കെ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് മോഡൽ. സ്വീറ്റൺ എന്നുള്ള ബ്രാൻഡിങ് അതുപോലെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടുന്ന സ്പെസിഫിക്കേഷൻ 8 ohmസിലാണ് ഇത് 200 വാട്ട്സ് തരുന്നത്, എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മോഡൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 12PT200FR എന്ന് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. അപ്പം സ്വീറ്റൺ കൊൽക്കട്ട, അപ്പോൾ കൊൽക്കട്ട മെയ്ഡ് പ്രോഡക്റ്റാണിത്. നല്ല പ്രോഡക്റ്റാണ്. കാരണം സ്വീറ്റൻ്റെ വൂഫർ, നമ്മുടെ ടവർ ബോക്സിൽ വെച്ചിട്ടുള്ള വൂഫർ നല്ല കിടിലം വർക്കിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള സ്വീറ്റൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വീറ്റൻ്റെ പ്രോഡക്റ്റ് തന്നെ വീണ്ടും വാങ്ങിയത്. ക്യാപിറ്റലിൽ നോക്കിയിരുന്നു, പക്ഷേ ഇത് 100 വാട്ട്സിൻ്റെ അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്വീറ്റൻ്റെ വാങ്ങിയത്. അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിംഗ് ആണ്, വൃത്തിയുള്ള പാക്കിംഗ് ആണ്. ഇതിനകത്ത് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് മുകളിലുണ്ടായിരുന്നു. നമ്മളിത് 2-3 വട്ടം എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത് മിസ്സായിപ്പോയത്. നമുക്കൊന്ന് ഇളക്കാം. ആക്ച്വലി നല്ല സൈസുള്ളൊരു ബോക്സാണ് കേട്ടോ. ഓക്കെ, സ്പീക്കറിങ് എടുക്കാം. ഇതല്ലാതെ മറ്റ് പേപ്പേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത്രയേ ഉള്ളൂ. ബോക്സിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റൻ്റെ 12 ഇഞ്ച് PT സീരീസിൽ വരുന്ന ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാനിത് നല്ലപോലെ യൂസ് ചെയ്ത് നോക്കി. നല്ല കിടിലം വർക്കിംഗ് ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കിംഗ് വെച്ചിട്ടുള്ള. നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എടുക്കാം. ഓക്കെ, പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ. നമുക്ക് ഈ പേപ്പറിൽ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല വർക്കിംഗ് നമുക്ക് കിട്ടും എന്നുള്ളത്. ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. നമുക്കിത് ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. ഇത് സിംഗിൾ മാഗ്നറ്റാണ്, നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഫ്രെയിമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്വീറ്റൺ കൊൽക്കട്ട എന്ന് കാണുന്നുണ്ട്. PT സീരീസിലുള്ള മോഡലാണ്. മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. 8 ohms 200 വാട്ട്സ് AEs എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടെർമിനൽസ്, അതിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ് അത് ഈ ഒരു ഇവിടെ കണക്ടറിൻ്റെ അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. IT പ്രോഡക്റ്റ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ്. നമുക്ക് മാഗ്നറ്റിൻ്റെ സൈസ് നോക്കാം. ഏകദേശം 6.5 ഇഞ്ചോളം ഡയമീറ്റർ വരുന്നുണ്ട്. 6.5 ഇഞ്ച് സൈസ് വരുന്ന മാഗ്നറ്റാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം സൈസ് ഉണ്ടെന്നുള്ളത്. നല്ല കനം കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇത് ഏതാണ്ട് 1.5 ഇഞ്ച് വരുമെന്ന് തോന്നുന്നു മാഗ്നറ്റിൻ്റെ കനം വരുന്നത്. ഇല്ല, 1 ഇഞ്ച്, ഒരു ആ ഒരു റേഞ്ചേ ഉള്ളൂ. 1 ഇഞ്ചിനകത്താണ് ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ കനം വരുന്നത്. ഡയമീറ്റർ വരുന്നത് ഏകദേശം 6 ഇഞ്ച്. അപ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്പീക്കർ തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് RMS വാട്ട്സ് പറയുന്നത് 200 വാട്ട്സ് ആണ്. 200 വാട്ട്സ് പറയുമ്പോൾ 8 ohmസിലാണ് ഇത് 200 വാട്ട്സ് എടുക്കുന്നത്. അല്ലാതെ നോർമൽ നമുക്ക് PMPO വാട്ട്സ് പറയുന്നത് പ്രോഗ്രാം പവർ ആണെങ്കിൽ 400 വാട്ട്സ് ആണ് അവർ പറയുന്നത്. അപ്പം 200 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാം. 8 ohmസിൽ 200 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് 8 ohm സ്പീക്കറാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 സ്പീക്കർ വെച്ച് 4 ohms ആക്കി നിങ്ങൾക്ക് 400 വാട്ട്സിന് ആംപ്ലിഫയറിലൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുമ്പോൾ നമുക്ക് ഏകദേശം 45 to 10,000 ഹെഡ്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. നമുക്ക് ഫുൾ റേഞ്ച് സ്പീക്കർ നമുക്കറിയാം അത്യാവശ്യം ഫ്ലാറ്റായിട്ട് എല്ലാ ഫ്രീക്വൻസിയും ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പം ചില ഫുൾ റേഞ്ച് സ്പീക്കറുകളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു ബാൻഡ് ഫ്രീക്വൻസി നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അത് കൂടുതലും ബേസാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഹൈയും മിഡും ഒക്കെ നല്ല രീതിയിൽ തള്ളി നിൽക്കും. ബേസ് കുറച്ച് കുറവായിരിക്കും ഫുൾ റേഞ്ച് സ്പീക്കറുകൾ. പക്ഷേ ഇതിൽ അത്യാവശ്യം ബേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിംഗ് വീഡിയോ വരുന്ന സമയത്ത് മനസ്സിലാവും. അത്യാവശ്യം ബേസ് കുഴപ്പമില്ലാത്തൊരു ബേസ് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നല്ലൊരു അടി നിൽക്കുന്ന സംഭവം അല്ലേ, അത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് സൈസ് നോക്കുകയാണെങ്കിൽ 12 ഇഞ്ച്, അതായത് ഏകദേശം 321 mm ആണ്. ഇതൊക്കെ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചത് നോക്കി ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് അതിനകത്ത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ഏകദേശം 321 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. വോയിസ് കോയിൽ വരുമ്പോൾ 2 ഇഞ്ചാണ് ഇതിൻ്റെ വോയിസ് കോയിൽ വരുന്നത്. കാണാൻ കഴിയും 2 ഇഞ്ചോളം നമുക്ക് വോയിസ് കോയിൽ ഇതിന് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം 51.2 mm ആണ് വോയിസ് കോയിൽ വരുന്നത്. മാഗ്നറ്റ് ഒരു നേരത്തെ പറഞ്ഞ 6 ഇഞ്ച് സൈസ് ഫെറൈറ്റ് മാഗ്നറ്റാണ് ഇവർ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ ഒരു സ്ക്രൂ ഇടുന്ന സ്ഥലത്ത് ബോക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടം വരെയുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 300 mm. അപ്പോൾ 300 mm ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്പീക്കർ ബോക്സ് കറക്റ്റ് കട്ടിങ്ങാണ്. ഇത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കും. കറക്റ്റ് കട്ടിങ്ങാണ്. ഇങ്ങനെ ആടുന്നുള്ള ഇഷ്യൂസ് ഒന്നുമില്ല, പക്കയാണ്. വെയിറ്റ് വരുമ്പം ഏകദേശം ഒരു 5.2 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്തില്ല. ഏകദേശം ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ ക്വാളിറ്റി, ഫ്രെയിം ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, മീൻസ് നല്ല തിക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പൈഡർ ക്വാളിറ്റി ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള സ്പൈഡറാണ്. അപ്പോൾ അത്യാവശ്യം മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ചിലമ്പലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട്. പിന്നെ പേപ്പർ ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എടുക്കുമ്പോൾ നമ്മൾ നോക്കിയെടുക്കുക ഡാമേജൊക്കെ, അതായത് ഈ കൊറിയറൊക്കെ അയക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാവലിംഗ് സമയത്ത് എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയെടുക്കുക. ഈ പേപ്പറിൻ്റെ ഈ സൈഡ് ബെൻഡോ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കോയിൽ ഈ ഒരു ഗ്യാപ്പിൽ ഒരയുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെവി അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് തട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് തട്ടി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സംഭവം പക്കയാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരുപാട് പ്രസ് ചെയ്യാതെ നോക്കുക. അപ്പോൾ ആ ഒരു കോയിൽ എവിടെ ഒരു വെൻറ്റിൽ ഒരയുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പിന്നെ വർക്കിംഗ് ക്വാളിറ്റി, അപ്പോൾ നമ്മൾ 2 സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ട്. 2നും കിടിലം വർക്കിംഗ് ആണ്. സെയിം സ്പീക്കർ തന്നെയാണ്. നമ്മൾ 2 ബോക്സായിട്ടാണ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചെറിയ അല്ലെങ്കിൽ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. കാരണം ടവർ ബോക്സ് നമ്മളില്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്രയും സേഫായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ടവർ ബോക്സ് എടുത്തിട്ട് പോകാമായിരുന്നു. ഇതാകുമ്പോൾ പക്ഷേ നമുക്ക് ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യാൻ നമുക്ക് ഇത് ധാരാളമാണ്. അവിടെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു, അതിൻ്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതും പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കിയെടുക്കുക. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും, സ്വീറ്റൻ്റെ ആയാലും ക്യാപിറ്റലായാലും ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ടൊയോട്ടോൻ്റെ ഒക്കെ ഫുൾ റേഞ്ച് സ്പീക്കറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡ് എടുക്കുന്നതാണെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുക. ഇനിഷ്യലി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അത് സംഭവം ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കസേരയിലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ആമ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ചാനലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 8 ohms 200 watts കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പാരലൽ ചെയ്ത് നമുക്ക് ഒരു ചാനലിൽ ഒരു 400 watts കിട്ടുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ജസ്റ്റ് 200 watts കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സിലേക്ക് നമ്മൾ ബോക്സോടെ വെച്ചിട്ടുണ്ട്. ബോക്സിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടും. കാരണം ഇതിനകത്ത് അധികം ബേസ് വരില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ കിട്ടും ഒരു ബേസ് ഉണ്ടല്ലോ, JBL അല്ലെങ്കിൽ സബ്ബിൽ നിന്ന് കിട്ടുന്നൊരു ബേസ് അല്ല, അല്ലാത്തൊരു അട്ടിച്ചട്ടി നിൽക്കുന്നത്. അത് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യാം. 1 2 3 ഹലോ ചെക്ക് മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 ഹലോ ചെക്ക് 1 2 3 ഹലോ ചെക്ക് Stop for a moment. Do you really think it? How the fuck you wanna show me? I'm not taking over to your house. Beating like a lover, but you're coming back when I shoot down. You keep me burning this hard when we get it on. I'm addicted on denying it, 'cause you don't cross my mind, you live in it. I wanna taste you and feel your shake, raising an earthquake, can't push the brakes.
you